നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിൽ ലിവിങ് ദ ഗോൾ, ലക്ഷ്യത്തിൽ തന്നെ ജീവിക്കുക, ഇതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സഹജമാർഗത്തിലെ 10 പ്രമാണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവരിൽ ഭക്തി സ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക എന്നതാണ് 9ാമത്തെ പ്രമാണം. അപ്പോൾ നമുക്കത് പ്രത്യക്ഷത്തിൽ വളരെ വളരെ സരളമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു പ്രമാണമായിട്ട് തോന്നാം. പക്ഷെ അതിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വളരെ ദൂരവ്യാപകമായിട്ടാണ് കാണപ്പെടുക. ഒരു വ്യക്തി തൻ്റെ സ്വഭാവത്തിൽ എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ചുറ്റുവട്ടം മാറും. മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് വീണ്ടും പറയാം. മദർ തെരേസയെ സംബന്ധിച്ചിട്ടൊരു എപ്പിസോഡാണ്. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടർ മദർ തെരേസയെ കാണാൻ പോയി കൽക്കട്ടയിൽ. മദർ തെരേസയെ അറിയാത്തവരാരുമില്ല. അപ്പോൾ മദർ തെരേസ ഈ ഡോക്ടറോട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ഡോക്ടറാണ്, ഞാൻ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട്, സോഷ്യൽ വെൽഫെയറിന് പ്രവർത്തിക്കാറുണ്ട്. മദർ തെരേസ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കയ്യിലൊരു ചെറിയൊരു കല്ല് തരികയാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഓളം സൃഷ്ടിക്കാനാവുമോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതിന് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ അവിടെ ചെന്നിട്ട് നിങ്ങൾ പ്ലെയിനിൽ പോവുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുക, എന്നിട്ട് അതിൽ കല്ലിടുക, അപ്പോൾ ഓളം ഉണ്ടാവും.
അപ്പോൾ മദർ തെരേസ പറഞ്ഞു, അതിനേക്കാളും എളുപ്പം വഴി ഞാൻ പറഞ്ഞുതരാം. ആ കല്ലെടുത്ത് തൊട്ടടുത്തുള്ള കിണറ്റിലോ കുളത്തിലോ ഇടുക. എൻ്റെ ഓളം തീർച്ചയായിട്ടും അറ്റ്ലാന്റിക് ഓഷ്യനിലെത്തും. വളരെ ഒരു സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് തോന്നാം. അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഞാനൊരു ഡോക്ടറാണ്. കൺസൾട്ടേഷൻ റൂമിലേക്ക് എത്രയോ ആൾക്കാർ വരാറുണ്ട്, പലതരത്തിലുള്ള വ്യക്തികൾ. ഇതുപോലെയാണ് എല്ലാ ജോലിക്കാരും എത്രയോ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന വ്യക്തി പല പ്രശ്നങ്ങളുമായിട്ടായിരിക്കും വരുന്നുണ്ടാവും. എല്ലാവർക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും. പ്രശ്നം പ്രകടിപ്പിക്കുന്നത് വേറെ വിധത്തിലായിരിക്കാം. ചിലപ്പോൾ രോഗമായിട്ട് വരാം, ചിലപ്പോൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കാം, ചിലപ്പോൾ മിണ്ടാതിരിക്കാം, ചിലപ്പോൾ ദേഷ്യപ്പെടാം, എതിർപ്പ് പ്രകടിപ്പിക്കാം, ചിലർ വയലൻസ് കാണിക്കാം. ലോകത്തിൽ വയലൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെ ഉള്ളിലുള്ള ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു നീഡിൻ്റെ എക്സ്പ്രഷൻസാണ്, സ്നേഹം ലഭിക്കാത്തതിൻ്റെ എക്സ്പ്രഷൻസ്. കാരണം എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത കാര്യം വേറെ ആരും അനുഭവിക്കണ്ട. എൻ്റെ ഉള്ളിലുള്ള ഭയം ഞാൻ ലോകത്തിലേക്ക് വിക്ഷേപിക്കും, എൻ്റെ ഉള്ളിലുള്ള വെറുപ്പ് ഞാൻ ലോകത്തിലേക്ക് വിക്ഷേപിക്കും. ഇങ്ങനെയാണ് ലോകത്തിൽ ഇത്രയും നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. വേറെ ആരുടെ ജീവിതത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉപദേശിച്ചിട്ട് കാര്യമില്ല, അടിച്ചിട്ട് കാര്യമില്ല. പുറമേ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു തോന്നാം, പക്ഷേ ഉള്ളിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ സ്വയം ശ്രമിക്കണം. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ അടുത്ത് ആര് വരുമ്പോഴും എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുക. ഒരു രോഗി റൂമിലേക്ക് കടന്നു വരുമ്പോൾ വെൽക്കമിങ് ആറ്റിറ്റ്യൂഡ് ഒന്ന് എണീറ്റ് നിൽക്കുക, അല്ലെങ്കിൽ എണീറ്റ പോലെ കാണിക്കുക. വയ്യാത്ത ഒരാളാണെങ്കിൽ കൈ പിടിച്ചിട്ട് ഇരുത്തുക. ഇന്നലൊരു സംഭവം ഉണ്ടായി. ഒരു പേഷ്യൻ്റ് വാക്കിംഗ് സ്റ്റിക്കായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആൾ റൂമിൽ കടന്നിട്ടില്ല, പുറത്ത് വെയിറ്റ് ചെയ്യാണ്. പിന്നെ വരാൻ എന്തോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, ഉള്ളിൽ കടന്നില്ല. പേഷ്യൻ്റ് വന്നു, സിസ്റ്ററുണ്ട്, പക്ഷെ സിസ്റ്റർ ശ്രദ്ധിച്ചില്ല. അദ്ദേഹം വാക്കിംഗ് സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് എണീക്കാൻ പുറപ്പെട്ട വാക്കിംഗ് സ്റ്റിക്ക് പിടിക്കാൻ കയ്യെത്തുന്നില്ല. അപ്പോൾ ഞാൻ ആ വാക്കിംഗ് സ്റ്റിക്ക് ഇട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം, അയ്യോ ഡോക്ടർ. എത്ര ചെറിയ കാര്യമാണ്. വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അങ്ങോട്ട് മാറി. തന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ലോകത്തിലുണ്ട്, തൻ്റെ വിഷമം മനസ്സിലാക്കുന്ന ഒരാൾ ഈ ലോകത്തിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു മനുഷ്യന് എന്തൊരു സമാധാനമുണ്ടോ, എന്തൊരു സന്തോഷമുണ്ടോ. ചെറിയ ആക്ഷൻസ്, വലിയ വാക്കുകളും വേണ്ട, ചെറിയ പ്രവൃത്തികളും. കൈ പിടിച്ച് നമ്മളിരുത്തുക, പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അവർ വഴിമാറി പോകുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. വേറൊരു അനുഭവം ഇന്നലെ തന്നെ ഉണ്ടായി. ഒരു രോഗി, കണ്ണിന് രോഗമാണ്. അപ്പോൾ ടെൻഷൻ കൊണ്ടാണ് വന്നത് എന്നുള്ളത് മനസ്സിലാവുന്നു. ചില രോഗങ്ങൾ ടെൻഷൻ കൊണ്ടുണ്ടാകും, മനസ്സിൻ്റെ സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി എന്ന് പറയും. സ്ട്രെസ്സ് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ എനിക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പുറത്താണ്, ഭാര്യയുമായിട്ട് പ്രശ്നത്തിലാണ്, ഡൈവോഴ്സിലേക്കിൻ്റെ വക്കത്താണ്, 2 കുട്ടികളും. എത്ര പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം മനസ്സിൽ കൊണ്ടുവരരുത്. നിങ്ങളെപ്പോഴും സ്നേഹിക്കുക, മനസ്സിൽ ശരിയാകും എന്നുള്ള ബോധം ഉള്ളിൽ വേണം. അവരെ സ്നേഹം അറിയിക്കുക. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, ഭാര്യയുടെ കാര്യങ്ങൾ നോക്കുക. ഒരിക്കലും അവരെന്ത് വേണേ ആലോചിച്ചോട്ടെ, നമുക്ക് നല്ലത് ആലോചിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെയാണ് പോയത്. അപ്പോൾ ഒരു ചെറിയൊരു ഇൻട്രാക്ഷൻ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടാവും. നമ്മളിങ്ങനെയാണ് ചെയ്യാറ്, ഞാനിങ്ങനെയാണ് ചെയ്യാറ് എന്നുള്ള ആ ഒരു സൂചന നൽകിക്കഴിഞ്ഞാൽ ആ ഒരു എഫക്റ്റ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ പുറത്തേക്ക് പോകുമ്പോൾ, അടുത്ത ആളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കും. ഒരു പക്ഷേ ആ ജീവിതം തന്നെ മാറും, ആ ഡൈവോഴ്സ് തന്നെ സംഭവിക്കില്ല. അപ്പോൾ ഒരു കുടുംബത്തിന് എന്തൊരു വലിയ ഗുണമായി. കുടുംബത്തിന് മാത്രമല്ല, അതിൻ്റെ 2 ഫാമിലീസ് രക്ഷപ്പെട്ടു, സൊസൈറ്റി രക്ഷപ്പെട്ടു. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നിമിഷങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്.
സൂയിസൈഡ് പ്രവണതകൾ, ഹോമിസൈഡ് പ്രവണതകൾ, കുട്ടിയെ കൊല്ലുക, അമ്മ തന്നെ കുട്ടിയെ കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കാരണം എന്താണ്? ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആരും കേട്ടിട്ടില്ല. എത്രയോ നിമിഷങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടാവും അവരെ ശരിയാക്കാൻ, സംസാരിക്കാൻ, സാരമില്ല എന്ന് പറയാൻ. ഇതാണ് ഭക്തിസ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സ്വയം സാധന ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഈ തരത്തിൽ പോസിറ്റിവിറ്റി സൃഷ്ടിക്കണം. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ചിന്ത ഉള്ളിൽ വരാത്ത രീതിയിൽ മാറണം. വാക്കുകളിൽ എപ്പോഴും സന്തോഷം വരണം, സ്നേഹം വരണം. ഇതൊരു പ്രാക്ടീസാണ്. അവിടെയാണ് സഹജമാർഗത്തിൻ്റെ വർക്ക്. മെഡിറ്റേറ്റ് ചെയ്തത് സെൻട്രൽ റീജിയനിലെത്തുക അല്ലെങ്കിൽ മോക്ഷം കിട്ടുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു മോക്ഷവും ഇല്ല, അങ്ങനെ ഒരു റിയലൈസേഷനും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഈ തരത്തിലൊരു റിപ്പിൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സ്വഭാവത്തിലൂടെ ഒരു റിപ്പിൾ ഇഫക്റ്റ് എന്നാണ് സയൻസ് പറയുന്നത്, ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ സാധനയ്ക്ക് എന്താണ് ബെനിഫിറ്റ്? സോഷ്യൽ ചേഞ്ച്, ഹ്യൂമാനിറ്റേറിയൻ വെൽഫെയർ എന്നൊക്കെ നമ്മൾ പറയുന്നു. പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല, ഓൾഡ് ഏജ് ഹോമുകൾ തുറന്നിട്ട് കാര്യമില്ല, പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് അവരുടെ ജീവിതത്തിൽ സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ മനസ്സ് പ്യൂരിറ്റിയിൽ കൊണ്ടുവരിക, വാക്കുകളിലും പ്രവൃത്തികളിലും ബോഡി ലാംഗ്വേജിലും എല്ലാം അത് കൊണ്ടുവരിക. അങ്ങനെയാകുമ്പോൾ ഈ സോഷ്യൽ ചേഞ്ച് തീർച്ചയായിട്ടും സംഭവിക്കും. ഓരോരുത്തർക്കും അവരവരുടെ മുറിയിലിരുന്ന് അവരവരിയ്ക്കുന്ന സ്ഥലത്ത് തന്നെ ഈ ലോകത്തിൽ വിപ്ലവം കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ബാബുജി മഹാരാജ് ഒമ്പതാമത്തെ പ്രമാണത്തിലൂടെ നമ്മളോട് പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത സെഷൻ വരേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.